പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഈ മന്ദബുദ്ധികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണും. അത് ഇപ്പോൾ സ്പെഷ്യൽ ചൈൽഡ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെ ഈ പറഞ്ഞ പിള്ളേർ മനുഷ്യർ ഒരിക്കലും തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് അധികം മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കാത്തവർ, ഇൻട്രോവേർട്സ് എന്ന് പറയുന്നവർ, അധികം കഴിവില്ലെന്ന് സമൂഹം മുദ്രകുത്തിയവർ, കൂട്ടുകാരുടെ ഇടയിൽ നിരന്തരം കളിയാക്കലിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരെ ചൂസ് ചെയ്യുന്നത് വീടാണ്. അവരുടെ ഒരു സംരക്ഷണക്കൂടാണ് വീട്. എന്തുകൊണ്ടായിരിക്കും? അവിടെ കിട്ടുന്നൊരു സുരക്ഷിതത്വം, അവരനുഭവിക്കുന്ന ഒരു അക്സെപ്റ്റൻസ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. തിരുഹൃദയം കണക്കിയൊരു വീട് ആലോചിച്ച് നോക്കിയേ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ബലഹീനമായതിനും മുറിവേറ്റതിനും വഴിതെറ്റിപ്പോയതിനും എല്ലാവർക്കും, ഈ ലോകം അക്സെപ്റ്റ് ചെയ്യാത്ത എല്ലാവർക്കും സ്ഥാനമുള്ള ഒരിടമാണ് ഈശോയുടെ തിരുഹൃദയം. അതുപോലൊരു വീട് ഇന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങൾ ഇതുപോലുള്ള ഒരിടമാക്കി തീർക്കണേ എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓർക്കുന്നുണ്ട് തിരുഹൃദയം കണക്ക് ഷെയ്പ്പിൽ പണിത് വെച്ച ഒരു വീടിനെ കുറിച്ചിട്ട്, മനോഹരമായിരുന്നത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് അവിടുത്തെ ചേച്ചി വന്നിട്ട് നമ്മളോട് സങ്കടം പറയുന്നുണ്ട്, അച്ഛാ തിരുഹൃദയം പോലെയാണ് വീട്, പക്ഷേ തിരുഹൃദയത്തിന് പുറത്താണ് മുള്ളുകളെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലാണ് മുള്ളുകൾ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവഗണന കൊണ്ടും ഇങ്ങനെ പരസ്പരം വേദനിപ്പിക്കുന്ന മുള്ളുകൾ കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഷെയ്പ്പ് മാത്രമേ ഉള്ളൂ. സ്നേഹം കുറഞ്ഞുപോയി. പ്രാർത്ഥിക്കണത്, കാലങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണത് ഈ ഒരു പ്രാർത്ഥന തന്നെയല്ലേ, കർത്താവെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെത് കണക്കുള്ള ഹൃദയമുള്ള മനുഷ്യർ ജീവിക്കുന്ന തിരുഹൃദയം കണക്കിയൊരു വീട് നമ്മുടെ സ്വപ്നമാണത്. വലിയൊരു സ്വപ്നമായിട്ട് മാറ്റേണ്ട കാര്യമാണ്. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും പുറത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പോട്ടെ, പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വന്ന് കയറുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, സ്വാതന്ത്ര്യം, അക്സെപ്റ്റൻസ്, ബലം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. കർത്താവെ ഞങ്ങളുടെ വലിയ സ്വപ്നം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട്, വിശുദ്ധമായ സ്നേഹം കൊണ്ട്, പരാതി പറയാത്ത സ്നേഹം കൊണ്ട്, മുറിവേൽക്കുമ്പോഴും സൗഖ്യപ്പെടുത്തുന്ന സ്നേഹം കൊണ്ട് ആശീർവദിക്കുവാൻ മനസ്സാകണേ എന്ന വലിയ അപേക്ഷയോടുകൂടെ നമുക്ക് ഈശോയുടെ തിരുഹൃദയ സ്നേഹം കൊണ്ട് നിറയാനായിട്ടുള്ള ഒരുപാട് ആഗ്രഹത്തോടുകൂടെ ഒന്ന് ചേർന്ന് മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ അനുഗ്രഹത്തിനായി സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പ്രവാചകനിലൂടെ അരുൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി നിങ്ങൾക്കായൊരു മാംസള ഹൃദയം നൽകും. കർത്താവെ ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും വേദനിപ്പിക്കാത്ത വിധത്തിൽ ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരുഹൃദയം കണക്കെ മറ്റുള്ളവർക്ക് വേണ്ടി തുടിക്കുന്ന ഇടമായി മാറാൻ കർത്താവെ അനുഗ്രഹിക്കണമേ, ദയ തോന്നണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ നമുക്ക് കിടക്കകളിലേക്ക് പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.